الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ തറാവീഹ് നിസ്കാരം കബൂൽ ചെയ്യട്ടെ. നമ്മളുടെ നോമ്പും ദുആകളും സദഖകളും മറ്റു നന്മകളും പൂർണ്ണമായും അള്ളാഹു കബൂൽ ചെയ്ത് പരിപൂർണ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസികൾ ഒരിക്കലും നിരാശരാവരുത്. ഒരു കാര്യത്തിലും നിരാശ എന്ന് പറയുന്ന സംഗതിയെ മുഅ്മിനുകൾക്കില്ല. അതുകൊണ്ട് എന്ത് അമല് ചെയ്ത് കഴിഞ്ഞാലും ഉടനടി അത് സ്വീകരിക്കാനുള്ള ദുആ ചെയ്യണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നമ്മൾ എത്ര ചെയ്താലും എത്ര ശ്രമിച്ചാലും കുറച്ചൊക്കെ ന്യൂനതകൾ വരും. തെറ്റുകൾ, അപാകതകൾ, പൊട്ടല്, വിള്ളല് ഒക്കെ വരും. പക്ഷെ അള്ളാഹു ഔദാര്യവാനാണ്. അടിമകൾ ദുനിയാവിൻ്റെ ഒരു ലാഭവും കൊതിക്കാതെ ആഖിറം മാത്രം പ്രതീക്ഷിച്ച് ഒരു അമല് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പോരായ്മ വന്നാൽ അത് പോട്ടേന്ന് വെക്കും. കാരണം അള്ളാഹു അസീസാണ്, പ്രതാപിയാണ്. അടിമകളുടെ ഇങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ച് എന്തെങ്കിലും തെറ്റുണ്ടോ കുറവുണ്ടോ അത് നോക്കി നിൽക്കൂല. കൽബ നോക്കുക. ചെയ്ത ആളുടെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ, അള്ളാഹിന്റെ വജഹ് ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ അള്ളാഹു കബൂൽ ചെയ്യും. അള്ളാഹു അങ്ങനെ കബൂൽ ആക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മൾ ഇന്ന് ഓതിയ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഇസ്ലാമിന്റെ ആദ്യത്തെ ഖിബില ഏതാണ്? ബൈത്തുൽ മുഖദ്ദസ് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദീനയിൽ എത്തിയതിന് ശേഷം ഏകദേശം 16-17 മാസങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിച്ചിട്ടാണ് നിസ്കരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കാണുമ്പം ജൂതന്മാർക്കൊരൽപ്പം സന്തോഷമുണ്ട്. കാരണം ജൂതന്മാർ അവരുടെ ഖിബിലയായി സ്വീകരിച്ചതാണ് ബൈത്തുൽ മുഖദ്ദസ്, മൂസ നബിന്റെ ഖിബില, ഈസാ നബിന്റെ ഖിബില. അതുകൊണ്ട് നമ്മളടുത്തേക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? തിരിയുന്നുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിനൊരു ആഗ്രഹമുണ്ട്, ആശയുണ്ട്, കഅബാലയം ഖിബിലയായിട്ട് കിട്ടണം. പക്ഷെ അത് അള്ളാഹിന്റെ മുമ്പിൽ പറയാനൊട്ട് കഴിയുന്നില്ല. കാരണം ഇതുവരെയുള്ള അമ്പിയാക്കളുടെ മുഴുവനും ഖിബിലയാണ്, ഇന്നുവരെയുള്ള ഇസ്ലാമിന്റെ ഖിബിലയാണ്. അഥവാ പെട്ടെന്ന് മാറിയാൽ ജൂതന്മാർ പലതും പറഞ്ഞു പരത്തും. കണ്ടോ, ഇപ്പൊ ഖിബില മാറ്റി തുടങ്ങി. സാധാരണ അങ്ങനെ പറയുന്നേക്കില്ല. സെൽഫികൾ എന്തൊക്കെ പറയുമ്പോൾ കണ്ടോ, ഒന്ന് മാറ്റി ഇനിയിപ്പോൾ അടുത്തത് മാറ്റും. അതേപോലെ ജൂതന്മാർ പറയും. അത് പുതിയ മുസ്ലിമീങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും. ആ പേടിയും അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിലുണ്ട്. പക്ഷേ മദീനത്തെത്തിയതിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യങ്ങളെ കൊണ്ട് ആ ആഗ്രഹം അള്ളാഹിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചു. അതായത് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കും. എന്തിന് ആകാശം നോക്കുന്ന? എന്തിനാ? അള്ളാഹു ആകാശത്തിലായതുകൊണ്ട്. അതാണ് നമ്മളെ വിശ്വാസം. അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല, അഹ്ലുസുന്നന്റെ വിശ്വാസമല്ല, പുറത്തായി പോകും. അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെയുണ്ട് എന്നർത്ഥം? കക്കൂസിലുണ്ട്, ക്ലോസറ്റിലുണ്ട്, തീട്ടത്തിലുണ്ട്, മൂത്രത്തിലുണ്ട്. മഅദല്ലാഹ്, അള്ളാഹു കാക്കട്ടെ. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അവരാ പറയുന്ന കാര്യങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിന് ആ ന്യൂനതയില്ല. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. 7 ആകാശത്തിന്റെ അപ്പുറത്ത് അർശ് എന്ന ഏറ്റവും വലിയ മഖ്ലൂക്കിന്റെയും മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിച്ചൂടാ, അത് പറഞ്ഞൂടാ. അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ അത് തിരുത്തണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കിയത്. ഒരു സഹാബി ഒരു അടിമപ്പെണ്ണിനെ വിലക്ക് വാങ്ങിയിട്ട് വന്നു. അവളുടെ ഈമാൻ പരിശോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടിമപ്പെണ്ണിന്റെ ഈമാൻ പരിശോധിക്കാൻ 2 ചോദ്യങ്ങളാ ചോദിച്ചത്. ആദ്യത്തെ ചോദ്യം ഐനല്ലാഹ്, അതായത് ഒരുത്തന്റെ ഈമാൻ അളക്കുന്ന ചോദ്യം അത്. ഐനല്ലാഹ്, പെണ്ണെ അള്ളാഹു എവിടെയാണ്? ഫറഫഅത് യദൈഹി ഇലസ്സമാ, അവൾ കൈ ആകാശത്തേക്ക് പൊക്കിയിട്ട് പറഞ്ഞു ഹുവ ഫിസ്സമാ, അവൻ ആകാശത്തിലാണ്. റസൂലുള്ളാഹി പറഞ്ഞു റെഡി, നിന്റെ ഈമാൻ ഓക്കെ. രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? ഞാൻ ആരാ? പെണ്ണ് പറഞ്ഞു അള്ളാഹു നമുക്ക് വേണ്ടി അയച്ച അള്ളാഹിന്റെ റസൂലാകുന്നു.
റസൂലുള്ളാഹി പറഞ്ഞു ആ സഹാബിനോട്, കൊണ്ടുപോയിക്കോ, ആ പെണ്ണ് മുഅ്മിനത്താണ്. അപ്പൊ നേരെ തിരിച്ചു മനസ്സിലാക്കിയാൽ അള്ളാഹു ആകാശത്തിലല്ല എല്ലായിടത്തുണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ ഈമാൻ എന്തല്ല, ശരിയല്ല, അപകടമാണത്. റസൂലുള്ളാഹി ആകാശത്തേക്ക് നോക്കും, എന്നിട്ട് മക്കയുടെ ഭാഗത്തേക്കും ഒന്ന് നോക്കും, മദീനത്തുനിന്ന്. ഇത് പല പ്രാവശ്യം ആവർത്തിച്ചു. അള്ളാഹു അത് കണ്ട് രസിക്കുന്നുണ്ടാവും. കാരണം ഉള്ള അള്ളാഹ്ക്ക് അറിയാലോ, തന്റെ അടിമനെ കുറെ അധികം ആഗ്രഹിപ്പിക്കാൻ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, നിങ്ങൾ ഇടക്കിടക്ക് ആകാശത്തേക്ക് മുഖം തിരിക്കുന്നത് നാം കാണുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ളതും എനിക്കറിയാം, നിങ്ങൾ പുറമേ അത് പറയുന്നില്ലെങ്കിലും. നിങ്ങൾ കഅബ ഖിബലയായി കിട്ടണമെന്ന കൊതിയിലല്ലേ എന്നെ ഒന്ന് നോക്കി പിന്നൊന്ന് മക്കന്റെ ഭാഗത്തേക്ക് നോക്കുന്നത്. ഒരു കാര്യം ചെയ്യൻ, ഫവല്ലി വജ്ഹക, നിങ്ങൾ നിങ്ങളുടെ മുഖം തിരിച്ചേക്കിൻ ഷത്റൽ മസ്ജിദിൽ ഹറാം. അത് പറയുന്നതിന് തൊട്ട് മുമ്പ് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിന് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ ചെറിയൊരു ജുംല പറഞ്ഞു. നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ആരാണ് നമുക്ക് മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നമ്മൾ എങ്ങനെയാവണം ആ റസൂലിനെ കാണേണ്ടതും സ്നേഹിക്കേണ്ടതും ഇത്തിബാ ചെയ്യേണ്ടതും. അള്ളാഹു എങ്ങനെയാണ് ആ റസൂലിനെ കാണുന്നത് പറഞ്ഞുതരാണ് നമുക്ക്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ, നബിയേ തീർച്ചയായും ഞാൻ താങ്കളെ ഒരു ഖിബ്ലയിലേക്ക് തിരിക്കാൻ പോവാണ്. തർദാഹ, എന്താണ് ആ ഖിബ്ലന്റെ പ്രത്യേകത? നിങ്ങൾക്കതാണ് തൃപ്തി, നിങ്ങളെ ആഗ്രഹം അതാണ്, നിങ്ങളെ ആശയം അതാണ്. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങളെ തൃപ്തി പോലെ ഞാൻ ഇതാ ഖിബ്ല നിങ്ങൾക്ക് മാറ്റിത്തരികയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു അങ്ങനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ, അടിമകളെ എന്റെ റസൂലിനെ നിങ്ങൾ അങ്ങനെ പരിഗണിച്ചോളണം, ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതുണ്ടോ ഇല്ലേ, നമ്മളെ ബോഡി ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ പരിഗണിക്കുന്നുണ്ടോ ഇല്ലേ. ചെറുപ്പക്കാർ അവരുടെ തലമുടിയും താടിയും ഒന്ന് നോക്കിയാൽ മനസ്സിലാവും പരിഗണിക്കുന്നുണ്ടോ. നമ്മുടെ നഫ്സിയാണോ പരിഗണിക്കുന്നത്, അതല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണോ? അള്ളാഹു വരെ ഇസ്ലാമിന്റെ ഒരു നിയമം മാറ്റാൻ, അതായത് കാലാകാലമായി 1.25 ലക്ഷത്തോളം അമ്പിയാക്കൾ തിരിഞ്ഞ് നിസ്കരിച്ച ഖിബില മാറ്റാൻ തീരുമാനിക്കാൻ. എന്ത് പരിഗണിച്ചിട്ട്? അള്ളാന്റെ ഹബീബിന്റെ മനസ്സിന്റെ ആഗ്രഹം പരിഗണിച്ചിട്ട്. അത് നമുക്ക് പറഞ്ഞു തരാൻ. എന്തിന്? നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് രസം, എന്ത് താല്പര്യം ഉണ്ടായിക്കോട്ടെ, എന്റെ റസൂലിന്റെ താല്പര്യം ഒരു ഭാഗത്ത് വന്നാൽ പിന്നെ നിങ്ങൾക്കൊരു വിലയുമില്ല. എന്റെ റസൂലിന്റെ താല്പര്യത്തെ പരിഗണിച്ചോളണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖിബല മാറ്റിക്കൊടുത്തു. അത് പരിഗണിക്കുന്നവരാണ് സഹാബാക്കൾ എന്ന് ആ ദിവസം തന്നെ തെളിഞ്ഞു. അതാണ് സഹാബാക്കൾ. നമ്മളെ പോലെയല്ല, നമ്മളിങ്ങനെ പ്രസംഗിക്കുകയുള്ളൂ, നമ്മളിങ്ങനെ പറയുള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹി എൻ്റെ കരളാണ്, എൻ്റെ ചങ്കാണ്, കരളിന്റെ കഷണമാണ്, എൻ്റെ ചോരയാണ്, വെറുതെ പറയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ആ മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല തന്നെ. സഹാബത്ത് അങ്ങനെയല്ല, അവര് പറയുന്ന വെറുതെ അല്ല. ഈ ആയത്തിറങ്ങുമ്പം സുബ്ഹ് നിസ്കാരത്തിന് ചില സഹാബാക്കള് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പള്ളിയുടെ പുറത്തുനിന്ന് വിളിച്ചു പറയുന്നത്. അവര് റുക്കൂഇലാവുള്ളത്, ഇമാമും മഅ്മൂമിങ്ങളും റുക്കൂഇലാവുള്ളത്. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വിളിച്ചു പറയാണ്, ഇതാ ആയത്തിറങ്ങിയിട്ടുണ്ട്, ഖിബല മാറ്റി നിയമം വന്നിട്ടുണ്ട്, ഇനി മുതൽ നമുക്ക് ഖിബലയായിട്ടുള്ളത് നമ്മളെ മക്കത്തുള്ള, അവര് സന്തോഷം കൊണ്ടാ പറയുന്നത്, നമ്മളെ നാട്ടിലുള്ള നമ്മളെ കഅബയെ ഖിബലയാക്കി തന്നിട്ടുണ്ട്, തിരിഞ്ഞോളി. നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചിന്തിക്കുക? റുക്കൂഇലെത്തി, ഒരു റക്അത്ത് കഴിഞ്ഞു, ഇനി ആകെ ഒരു റക്അത്തേ ഉള്ളൂ, അടുത്ത വക്ത് തൊട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ഖിബലയിലേക്ക് തിരിയാം. നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നാളെ ആവട്ടെ ഇൻഷാ അല്ലാഹ്. പറ്റൂല. എൻ്റെ ഉപ്പ എപ്പോഴും പറയുന്നുണ്ട്, നാളെ 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 എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാരുടെ ഡയലോഗാണ്. ഒന്നാരാ? ലോട്ടറിക്കാരൻ. എപ്പം ടിക്കറ്റ് എടുത്താലും നാളെ, ഇന്നെടുത്താലും നാളെ, ഇന്നെടുത്താലും നാളെ, എടുത്താലും നാളെ. രണ്ടാമതാരെന്നറിയോ? ശൈത്താൻ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കൂല. പറയും, പോട്ടറ നാളെ, ഇന്നെന്തായാലും രാത്രിയായില്ലേ, ഇനിയിപ്പോ നാളെ രാവിലെ നോക്കാം, നാളെ പറയും, നാളെ നോക്കാം. അങ്ങനെ മരിക്കുന്നവനെ പറഞ്ഞു കൊടുക്കും. സഹാബാക്കൾ അങ്ങനെയല്ല. റുക്കൂഇൽ അവരാ പറയുന്നത് കേട്ടു, ഇമാം അങ്ങനെ തിരിഞ്ഞു, ബാക്കിൽ മഅ്മൂമിങ്ങളും നേരെ ഉൾട്ട, ഇങ്ങോട്ട് നിന്നാള് നേരെ പിന്നെ അങ്ങോട്ടായി. നിസ്കാരത്തില് അള്ളാഹുവിന്റെ റസൂലിന് എന്തൊരു ഇഷ്ടമായി എന്നറിയോ അവരാ ചെയ്തത്.
അള്ളാഹു ഖുർആൻ പറഞ്ഞു തന്നിട്ട് ഇത് പറഞ്ഞു, നബിയെ ഞാൻ എന്തിനാന്നറിയോ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഈ സമയത്ത് ഖിബല മാറ്റി തന്നത്, അത് സഹാബാക്കൾ ഉൾക്കൊള്ളുമോ, അവരത് ചെയ്യുമോ എന്ന് എനിക്കറിയണം. അതല്ല അവർ അവരുടെ താല്പര്യത്തിന് നിൽക്കുമോ എന്നറിയണം. ആരും നിന്നില്ല, എല്ലാരും കൽപ്പന വന്നു, അതനുസരിച്ചു. അങ്ങനെയാവണം ഞാനും നിങ്ങളും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. സൂറത്തുൽ അഹ്സാബിൽ ഒരായത്തുണ്ട്, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ. ഇത് വെറുതെ പറയുന്നല്ല കേട്ടോ, ഞാൻ എൻ്റെ നഫ്സിനോട് അമൽ ചെയ്യാൻ പറയാണ്, നിങ്ങളും അമൽ ചെയ്യാൻ വേണ്ടി പറയാണ്. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു മുഅ്മിനായ ആണിനോ പെണ്ണിനോ അനുവാദമില്ല, അവകാശമില്ല, അർഹതയില്ല. ഇത് പുതിയ കാലാണ്. മൈ ബോഡി, എന്താണ് മൈ വിഷ അല്ല, വേറെന്തോണ്ട്, മൈ ചോയ്സ്. ഇവിടെ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല? ശരി, പിന്നെ പറഞ്ഞിട്ട് വരുന്നത് അറിയിക്കണ്ടെന്നാൽ. പാകിസ്ഥാനിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായി. എൻ്റെ ബോഡി എൻ്റെ എന്ത് ചോയ്സ്, ഞാൻ എന്തു വാക്കും. നിന്റെ ബോഡിയല്ല, നിന്റെ റബ്ബ് നിനക്ക് തന്ന ബോഡി, നിന്റെ റബ്ബ് നിനക്ക് തന്ന ബോഡി. എന്നിട്ട് അതിനെ കൊണ്ട് എന്താക്കണമെന്ന് ആ തന്നവൻ പറഞ്ഞിട്ടുണ്ട്. വല്ലാണ്ട് കിബറ് കളിക്കണ്ട, ഒറ്റ സെക്കൻഡ് കൊണ്ട് കിടത്തിക്കളയും. ഒരൊറ്റ സെക്കൻഡ് മതി. ജിബ്രീലിന്റെ ചിറകിന്റെ മൂല കൊണ്ടാണ് ആദിനെ നേരെ അട്ടിമറിച്ച് മുകളിൽ താഴെയും താഴെ മുകളിലും ആക്കിയിട്ട്. അതുകൊണ്ടാ ഇപ്പം കുഴിക്കുമ്പം കാണുന്നത്. ഇപ്പൊ ആൾക്കാർ കുഴിക്കുമ്പാണ് അന്നത്തെ ചട്ടിയും പാത്രവും എല്ലാം കിട്ടുന്നത്. ജിബ്രീൽ ചിറകിന്റെ ഒരു മൂല കൊണ്ട് അങ്ങനെ തട്ടി. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ടെന്നറിയോ? ആ ജിബ്രീലിൽ അങ്ങനത്തെ എത്ര ചിറകുണ്ടെന്നറിയോ? 500 600 ചിറകുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതിലൊന്ന് വിടർത്തിയാൽ ഈ ദുനിയാവും അതിലുള്ള സർവ്വതും അതിന്റെ അടിയിൽ നിൽക്കും. അത്ര വലിയ മഖ്ലൂക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം നേർക്ക് നേരെ ജിബ്രീലിന്റെ കോലത്തെ കണ്ടു. 2 പ്രാവശ്യവും പേടിച്ചു കണ്ടിട്ട്, വിറച്ചിട്ട് പനി പിടിച്ചു. കാരണം അങ്ങനത്തെ കോലം. അങ്ങനെയുള്ള പട്ടാളക്കാരുള്ള അള്ളാനോടാണ് ഇവൻ പറയുന്നത്, എൻ്റെ ബോഡി എൻ്റെ ചോയ്സ്, ഞാൻ എന്താന്ന് വെച്ചാൽ ആക്കും, നിങ്ങൾ എന്താ ചെയ്യാ. കൂടുതലും പെമ്പിള്ളേർക്കാണ് ഒരു ആ ചിന്ത. അത് ജൂതൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പെമ്പിള്ളേർക്ക് അങ്ങനത്തെ ചിന്ത വന്നാലേ എന്താവും, നാട് മോശമുള്ളൂ. സംഭവം മനസ്സിലായോ? പെണ്ണങ്ങനെ ഇറങ്ങിയാലേ നാട് മോശമുള്ളൂ. അതിന് പെണ്ണിനെ ഇറക്കാനുള്ള ഡയലോഗാണത്. അങ്ങനത്തെ ഒരു ചോയ്സും ഇല്ല. അള്ള പറയാൻ ഒരർഹതയും നിങ്ങൾക്കില്ല. സൃഷ്ടിച്ചോനാ പറയുന്നത്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വളർത്തുമകൻ ഉണ്ടായിരുന്നു. എന്താ പേര്? സെയ്ദ് ബിൻ ഹാരിസ, ഹിബ്ബു റസൂലില്ലാഹ്. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാര്യം എന്നറിയോ? സെയ്ദിന്റെ ഉപ്പയും ഇളയപ്പയും ഒക്കെ കുറേ കാലമായി തെരഞ്ഞ് ഏതോ കച്ചവടക്കാരുടെ അടുത്ത് നിന്ന് കേട്ടു, ഇങ്ങനെ മക്കത്ത് നിങ്ങൾ ഈ പറയുന്ന അടയാളങ്ങളുടെ ഒരു ചെക്കനുണ്ട്. അങ്ങനെ ഒരു മക്കത്തെത്തി. മക്കത്ത് വന്ന് നോക്കുമ്പോ ഉണ്ട് മോൻ സെയ്ദ്. ഓടി വന്ന്, മോനെ നിന്റെ ഉപ്പയാണ് ഞാൻ, ഇതെന്റെ ഇളയപ്പ, നിന്റെ ഉമ്മ നിന്നെ കാണാണ്ട് കരഞ്ഞോണ്ടിരിക്കാണ്. സെയ്ദിന്റെ ഒരു കുലുക്കമില്ല. നേരെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സെയ്ദ് തീരുമാനിച്ചോട്ടെ, എന്റെ മോനല്ല, എനിക്ക് ഉറപ്പുണ്ട്, വളർത്തു മോനാണ്. സെയ്ദിന് ഉപ്പാന്റെ കൂടെ പോകണമെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ എന്റെ കൂടെ താമസിക്കാം. സെയ്ദിന് കൊടുത്തു ചോയ്സ്. സെയ്ദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട്, തൽക്കാലം ഞാൻ വരുന്നില്ല, എനിക്ക് ആര് മതി? മുഹമ്മദ് റസൂലുള്ളാഹി മതി. കാരണം അനുഭവിക്കാണ് കൂടെ നിന്നിട്ട്. അന്ന് തൊട്ട് റസൂലുള്ളാഹിന്റെ ഹിബ്ബാണ് സെയ്ദ്. ഹിബ്ബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. ആ സെയ്ദിന്റെ മോനാണ് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഹിബ്ബു ഹിബ്ബി റസൂലില്ലാഹ്. ആ മോനെയും അല്ലാഹുവിന്റെ റസൂലിന് ഭയങ്കര ഇഷ്ടമാണ്. സഹാബാക്കൾ എന്താ ചെയ്യാന്നറിയോ? റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കാര്യം നേടാനുണ്ടെങ്കിൽ ഉസാമനെ പറഞ്ഞേക്കും. ഉസാമ പോയിട്ട് പറഞ്ഞാൽ സ്വീകരിക്കും, ഉറപ്പാണ്. ആ ഉസാമയാണ് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സമയത്ത് ഒരു വലിയ സൈന്യത്തിന്റെ സേനാധിപനായി യുദ്ധത്തിന് പോയത് 17-ാമത്തെ വയസ്സിൽ. 17-ാമത്തെ വയസ്സിൽ നമ്മളെ പിള്ളേരെ നോക്കി. സെയ്ദ് അന്ന് പോയി. അന്ന് ഉമർ പറഞ്ഞു, ഇത്രയും വലിയ സഹാബാക്കൾ ഉണ്ടായിട്ട് എന്തിനാ സെയ്ദിനെ അയക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, റസൂലുള്ളാഹി നേതാവാക്കിയ ഒരുത്തനെ ഞാൻ പിന്നെ ഇങ്ങോട്ട് വലിക്കുന്ന പരിപാടിയില്ല. ഇതുവരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും അധികം ഗനീമത്തുമായി തിരിച്ചു വന്നത്
ഈ സെയ്ദിന്റെ പട്ടാളക്കാരാണ്, ഈ ഉസാമന്റെ പട്ടാളക്കാരാണ്. അപ്പൊ ഈ സെയ്ദിനെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം കല്യാണം കഴിപ്പിച്ചത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ കൊണ്ടാണ്. സൈനബ് ഖുറൈശി തറവാട്ടുകാരിയാണ്, വലിയ കുലീനയുള്ള പെണ്ണാണ്. റസൂലുള്ളാഹി പറഞ്ഞു സെയ്ദിനെ കെട്ടണം. സൈനബ് പറഞ്ഞു ഇല്ല, കെട്ടൂല, ഞാൻ ഖുറൈശി, സെയ്ദ് ഏതോ അടിമത്തുനിന്ന് വന്ന ആള്, ഞാൻ അങ്ങനെ കെട്ടലാണെങ്കിൽ കുഫു വെക്കൂല. അല്ലാഹു റസൂൽ 2-3 പ്രാവശ്യം പറഞ്ഞു, സൈനബ് അംഗീകരിക്കുന്നില്ല. 3-ാമത്തെ പ്രാവശ്യം ജിബ്രീൽ വന്നു. സൈനബ് ഒരു മുസ്ലിം മുഅ്മിനായ ആണിനോ പെണ്ണിനോ അവകാശമില്ല, ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, ഒരു കാര്യം അല്ലാഹുവും അവന്റെ റസൂലും തീരുമാനിച്ചു കഴിഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവർക്ക് അവരുടെ വിഷയത്തിൽ തന്നെ സ്വയം ഒരു അഭിപ്രായം സ്വീകരിക്കാൻ അവകാശമില്ല, നീ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. കെട്ടിച്ചു കൊടുത്തു. ദീൻ അതാണ്. ഇനി ഒരുത്തനെ പറ്റുന്നില്ലേ, നിക്കണമെന്നില്ല, അള്ളാഹു കാക്കട്ടെ, നിക്കണമെന്നില്ല. നമ്മൾ ഈ ആൾക്കാർ ദീൻ പറയുമ്പം ഭയങ്കര വിമർശനം വരും സോഷ്യൽ മീഡിയയിൽ. ഇതെന്ത് നിയമം? എടോ, ഇത് മുഅ്മിനോടുള്ള നിയമമാണ്, നിന്നെ പോലത്തെ തോന്നിവാസിക്കുള്ള നിയമമല്ല. നീ ഇങ്ങനെ ദുനിയാവിൽ കുരുത്തക്കേടും കാണിച്ച് കഞ്ചാവ് ഒഴിച്ച് പെണ്ണും പിടിച്ച് വെള്ളം ഒഴിച്ച് ബോധമില്ലാണ്ട് നടക്കുന്ന നായ്ക്കളെ പോലെയുള്ള ടീംസിനുള്ള നിയമമല്ല ഈ പറയുന്നത്. ഇത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ആഖിറത്തിൽ വിശ്വസിക്കുന്ന, ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് ബോധമുള്ള, ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കുള്ള നിയമമാണ്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? വേണ്ട, നീ സ്വീകരിക്കണ്ട. ഏതോ മുസ്ലിം വീട്ടിലെ പെണ്ണ് ഹിജാബ് ഇട്ട് പർദ്ദയിട്ട് പുറത്തു പോയാൽ വേറെ ഏതോ വീട്ടിലൊരുത്തിന് പ്രശ്നം. എന്ത് പ്രശ്നം അത്? അപ്പൊ അത് പ്രശ്നമല്ല, വേറെന്തോ ആണ്, സംതിങ് റോങ്, വേറെന്തോ ഉള്ളതിനെ കൊണ്ടാവും പറയുന്നത്. മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു അവന്റെ റസൂലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന പരിപാടിയില്ല. അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കണം. സഹാബത്ത് സ്വീകരിച്ചു. അവർക്ക് അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തു, റളിയല്ലാഹു അൻഹും വറദു അൻഹു. നമുക്ക് എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ കിട്ടുക? ഈ പ്രസംഗിക്കുന്നതിനടക്കം അള്ളാഹു ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് തരാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ എത്രത്തോളം ഇത്തിബാ ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ പരീക്ഷ. നമ്മൾ ഈ ഇരിക്കുന്ന ഈ കൂട്ടക്കാരിൽ എത്ര പേർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും? നിസ്സാര സംഗതിയല്ല. നാളെ ആഖിറത്തിൽ അള്ളാഹു പരിഗണിക്കുന്ന കേസാണ് ഇത്തിബാ. സാധിക്കണം. നഫ്സിന്റെ ഹവയെ മാറ്റി വെക്കാൻ പറ്റണം നമുക്ക്. കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, കുറച്ച് വിഷമിച്ചാലും വേണ്ടില്ല, കുറച്ച് നഷ്ടം പറ്റിയാലും വേണ്ടില്ല, ആഖിറം നഷ്ടമായിക്കൂടാ. ആഖിറത്തിൽ രണ്ട് കാര്യം, ഒന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത്, മറ്റൊന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത്. വെറുതെ കിട്ടൂല. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് സൂചിപ്പിക്കുന്നത്. ആരുണ്ട് ഒരു കാര്യം പറയുമ്പോൾ അനുസരിക്കുന്നുണ്ട്, അല്ല അനുസരിക്കാതിരിക്കുന്നത്? സഹാബത്ത് ജയിച്ചു, ഇപ്പൊ നമ്മളാ ജീവിച്ചിരിപ്പുള്ളത്. നമ്മൾ ജയിക്കോ തോക്കോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരും പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, അനിയന്മാര് ശ്രദ്ധിക്കണം. ഹെയർ സ്റ്റൈല് അത് നിസ്സാര സംഗതിയല്ല. 2 സൈഡ് വെട്ടുക, ബാക്ക് വെട്ടുക, മുമ്പിൽ മാത്രം വെക്കുക, മുമ്പിൽ കളഞ്ഞിട്ട് ബാക്കിൽ മാത്രം വെക്കുക, ഇത് പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. ളാഹിറൻ, ഹദീസിന്റെ വാക്കതാണ്, നിങ്ങൾ അങ്ങനെ മുടി വെട്ടരുത്. അത് ജൂത നസാറാക്കളുടെ ശൈലിയാണ്. എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ അങ്ങനെ വെട്ടിക്കൂടാ. ഒന്നുകിൽ മുടി മൊത്തം അങ്ങ് വിടണം. അവിടുത്തെ നമ്മൾ മുടിയെടുത്തു അതുപോലെ വിടണം, അങ്ങ് ഫുള്ള് വിട്ടേക്കണം. സഹാബകളുടെ രീതി അങ്ങനെയാണ്. വലിയ താടിയും വലിയ മുടിയും, അതന്നെ ഇസ്ലാമിന്റെ രീതി. അത് പിന്നെ 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 ആരുടേതായി ISIS ഹോലായിട്ട് പിന്നെ പ്രചരിപ്പിക്കപ്പെട്ടു. മുടി അങ്ങ് വിട്ടേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരുപോലെ വെട്ടണം. തലയിൽ നിന്ന് 4 ഭാഗത്തു നിന്നും ഒരുപോലെ വെട്ടണം. അല്ലെങ്കിലും സൈഡും ബാക്കും കുറച്ച് കുറയും, എന്നാലും അധികം കുറക്കുന്നത് ഉണ്ടായിക്കൂടാ. അപ്പാച്ചി, പോലീസ്, പിന്നെ മിലിറ്ററി കട്ട്, പിന്നെ ഏതാ, നമ്മക്ക് ഇത് ഇല്ലവായി ഉണ്ടെങ്കിലല്ലേ കട്ടറിയുള്ളൂ. ഉള്ളവര് പറയും. ഇപ്പൊ ഒരു മറ്റേ ഈജിപ്ഷ്യന്റെ പ്ലെയർ ഇല്ലേ, ഫുട്ബോൾ പ്ലെയർ മുഹമ്മദ് സലാഹ്, ഓനുണ്ട് പുതിയൊരു സ്റ്റൈൽ ഇറങ്ങിയിട്ട്. ഇപ്പൊ എല്ലാവർക്കും ആ സ്റ്റൈലാണ്. നോക്കി, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളൊരു സ്റ്റൈൽ ഇറക്കിയപ്പോ നമ്മൾ അതിന്റെ ബാക്കിലായി. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്റ്റൈൽ മുമ്പേ പറഞ്ഞെന്നു ഒരു താല്പര്യമില്ല. നമ്മളെന്താ പറയാ, മുടിയല്ലേ? മുടിയല്ല, അംറ്, കൽപ്പന.
ഒരു മുടിയിൽ എന്തിപ്പോ, ആ മുടിയിലാണ് കാര്യം. അതിൽ കൽപ്പന വന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കലാണ് കാര്യം. അതേപോലെ താടി. ഞാൻ താടി കുറക്കുന്നുണ്ടോ എന്ന് ചില ആൾക്കാർക്ക് സംശയമുണ്ട്. ഇല്ല, സംശയം ഉണ്ടെങ്കിൽ ഞാൻ കുറക്കൂല ഇൻഷാ അല്ലാഹ് ഇതിനില്ല. നസീഹത്തോടെ ചില ആൾക്കാർ പറഞ്ഞു, ഉസ്താദ് താടി കുറച്ച് കുറയുന്നുണ്ടോ. ഞാൻ കുറച്ചിട്ടാ, പക്ഷെ എന്താ അങ്ങനെ തോന്നിയത് എനിക്ക് അറിയില്ല. പക്ഷെ ഇല്ല, ഇൻഷാ അല്ലാഹ് സ്നേഹമുള്ള ആൾക്കാർ നസീഹത്തോടെ പറയുമ്പോൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. താടി നീട്ടണം, നീട്ടന്നെ വേണം. വടിക്കുന്ന പരിപാടി ഉണ്ടാകാൻ പാടില്ല. താടി വടിക്കുക എന്നുള്ള സംഗതി മുഅ്മിനിന് യോജിച്ചതേ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റോമിന്ന് വന്ന താടിവടിയനായ ഒരു ദൂതൻ രാജാവ് അയച്ചതാണ്. കണ്ടപ്പോ മുഖം തിരിച്ചു നോക്കിയില്ല, മുഖത്തേക്ക് നോക്കിയില്ല. അപ്പൊ അയാൾ ചോദിച്ചു, ഇതെന്ത് നിയമം? ഒരു രാജ്യത്തിന്റെ രാജാവ് അയച്ച എന്നെ ഈ രാജ്യത്തിന്റെ രാജാവ് റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ രാജാവല്ലേ, ഇങ്ങനെയാ സ്വീകരിക്കല്? അപ്പൊ പറഞ്ഞു, നിന്റെ മുഖം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട. അയാൾ പറഞ്ഞു, എന്ത് ചെയ്യാനാ, നാട്ടിലെ രാജാവിന്റെ നിയമം അതാണ്, നസാറാക്കളുടെ നിയമം അതാണ്, താടിയും വെച്ചൂടാ മീശയും വെച്ചൂടാ. റസൂലുള്ളാഹി പറഞ്ഞു, എങ്കിൽ എന്റെ റബ്ബിന്റെ നിയമം ഇതാണ്, അങ്ങനെ എന്റെ റബ്ബിന്റെ കൽപ്പന ഇതാണ്, ഇത് നീട്ടാൻ. അശ്റത്തും മിനൽ ഫിത്ര, 10 കാര്യങ്ങൾ ശുദ്ധ പ്രകൃതിയിൽപ്പെട്ടതാണ്, മനുഷ്യന്റെ ജന്മനാ ഉള്ള വൃത്തിയുടെ ഭാഗമാണ്. അതിലൊന്ന് മീശ വെട്ടലും താടി നീട്ടലും. അമ്പിയാക്കളുടെ സിഫാത്തിൽപ്പെട്ടതാണ്. നമ്മൾ നേരെ ഉൾട്ട. മീശ എത്ര വേണമെങ്കിലും നോക്കാം, കപ്പട മീശ, വീരപ്പന്റെ മീശ. എത്ര ആൾക്കാർക്ക് വീരപ്പന്റെ മീശ വെച്ച് നടക്കുന്നു. പിന്നെ ചില മീശയുണ്ട് അരിപ്പയാണ്, അതായത് മേൽച്ചുണ്ട് താഴെ ഉടം വരെ ഉണ്ടാവും. പൈനാപ്പിൾ ജ്യൂസ് എല്ലാം കുടിച്ചാൽ ചണ്ടിയല്ല അതിന്റെ മുകളിൽ നിൽക്കും, ജ്യൂസ് മാത്രമേ ഉള്ളു പോകും. അങ്ങനത്തെ മീശക്കാരുണ്ട്. പണ്ടമ്മ കണ്ടില്ല, പാല് കുടിച്ചിട്ട് നമ്മൾ മീശയാക്കലില്ലേ, ചെറുപ്പത്തിൽ പാല് കുടിച്ചിട്ട് ഈ മീശ ഒരു വര വെക്കൽ, വെള്ള വര, അതുപോലത്തെ മനുഷ്യന്മാരുണ്ട്. പാടില്ല, ആ മീശ പാടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മേൽചുണ്ടിന്റെ ചുവപ്പ് കളർ കാണുന്ന തരത്തിൽ വെട്ടിക്കളയണം. സുന്നത്തിനോട് അടുത്തത് പറ്റവട്ടനാണ്, വടിക്കലില്ല. വടിക്കൽ ഖിലാഫുൽ ഔല, നല്ലതിനെതിരാണ്. അതെന്താ ഇപ്പൊ അങ്ങനത്തെ ഒരു നിയമം? അമ്മോ, അതിന്റെ മറുപടി അതാണ്. ഒരാൾ ചോദിച്ചു, ആയിഷ ബീബിന്റെ അടുത്തൊരു പെണ്ണ് വന്നു, പറഞ്ഞു, അല്ല ഈ ഹൈദുള്ള സമയത്ത് നിസ്കാരവും പോവും നോമ്പും പോവും, നോമ്പ് ഖളാ വീട്ടണമെന്നുണ്ട്, പക്ഷെ നിസ്കാരം ഖളാ വീട്ടണ്ടല്ലോ, അതെന്താ അങ്ങനെ? തിരിച്ചു ചോദ്യതാണ്, നീ എന്താടി ഖവാരിജിന്റെ കൂട്ടത്തിൽ പെട്ടുപോയോ? അള്ളാനെ ചോദ്യം ചെയ്യുന്ന പെണ്ണ്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, അള്ളാന്റെ റസൂൽ അങ്ങനെയാ പറഞ്ഞത്, അങ്ങ് നമ്മൾ ചെയ്യും. അവിടെ എന്തിനാ നാടി വീട്ടാനും മീശ വെട്ടാനും പറഞ്ഞു? ഒന്നും അറിയില്ല. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കൊന്നും അറിയില്ല, അള്ളാഹ് അതിന്റെ പുറകിൽ എന്തെല്ലോ ഉണ്ട്, അത് അള്ളാഹ്ക്ക് മാത്രമേ പറഞ്ഞ് നിങ്ങൾ കേട്ടാ മതി. കേട്ട് ജീവിക്കുന്നവന്റെ പേരാണ് മുസ്ലിം മുഅ്മിൻ. അങ്ങനെ ആവണം. ഇന്നോ നാളെയോ മരിക്കൂലേ? താടി വടിക്കുന്നത് സൗന്ദര്യവർദ്ധനവിനാണെങ്കിൽ നീ ഖുർആൻ നിഷേധിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലേ, പണ്ഡിതന്മാര് പറഞ്ഞതാണ്, തെളിവ് ഞാൻ തരാം. സൗന്ദര്യവർദ്ധവനാണ് താടി വടിച്ചതെങ്കിൽ ആയിരിക്കൂലേ? എന്തിനാ താടി വടിക്കുന്നുണ്ടാവുക? വടിച്ച ആൾക്കാരെ പറയും, വടിക്കാത്ത ആൾക്കാർക്ക് വടിക്കുന്നില്ലല്ലോ. വടിച്ച ആൾക്കാരെ പറയും, എന്തിനായിരിക്കും? സൗന്ദര്യം. താടി വെക്കുന്ന ആദ്യം ആരാ പറഞ്ഞത്? ഓള്. എന്തെന്ന് ഇപ്പൊ ഇതൊരു കോലമല്ലല്ലോ കാണാൻ. കാരണം ഓള് കണ്ട് പരിചയം ആരാന്നറിയോ? ഇതില് ഓള് അടുക്കളയിൽ അരക്കുന്ന അമ്മി അപ്പം ചുടുന്നതിന്റെ അടുത്താണ് സ്റ്റാൻഡ്. ഇപ്പൊ മൊബൈൽ സ്റ്റാൻഡില്ലേ, അത്രത്തോളം ഒഴിവാക്കാൻ പറ്റൂല. അപ്പം ചുടുമ്പം വരെ ഓളെ കണ്ണുപിടിയാണ്. പഞ്ചസാരക്ക് പകരം ഇട്ടത് എന്താ? ഉപ്പ്. മാപ്പിളക്ക് കാര്യം മനസ്സിലായി, ഓൻ കുടിച്ചിട്ട് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ഉപ്പേ ഇടുള്ളൂ. നമ്മൾ കണ്ട മനുഷ്യന്മാരല്ലേ സൗന്ദര്യം. സൗന്ദര്യം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയൊരു സുന്ദരനുണ്ട്. ആരാ? ഏതാ സൗന്ദര്യം എന്നറിയോ? അള്ളാഹ് പറയാണ്, ഫലമ്മ സമിഅത് ബിമക്രിഹിന്ന, അസീസിന്റെ ഭാര്യ യൂസുഫിന്റെ സൗന്ദര്യത്തിൽ പെട്ടു. ഖദ് ശഖഫ്, പിന്നെ മനസ്സിൽ പ്രേമായി, യൂസുഫിനോട് പ്രേമമായി. ലവ്, അസീസിന്റെ ഭാര്യക്ക്. ലവിന്റെ പിറകിൽ വരുന്ന ഫിത്ന എന്താണെന്നറിയോ? നമ്മളിപ്പോ ആൾക്കാർ പറയില്ലേ, പവിത്രമായ പ്രേമം. മണ്ണാങ്കട്ട. എന്ത് പവിത്രത പ്രേമത്തിലുള്ള? എന്താ കൊന്തം പല്ലിച്ചിയും കൊസറാ കണ്ണും കറുമ്പിച്ച പെണ്ണിനും എന്തായാലും പ്രേമിക്കാൻ പോവാത്ത? ഒരു പെണ്ണിന് ഒരു കൈ, ഒരു വിരലില്ല, ഒരു മൂക്കില്ല, അല്ലെങ്കിൽ ഒരു ചെവിയില്ല, ഓളെ പ്രേമിക്കാൻ പോവോ? ഇല്ലല്ലോ. ഓള് മൂലക്കല്ലേ പുരക്ക്. എത്ര പെമ്പിള്ളേരുണ്ട് കറുത്തന്റെ പേരിൽ പുതിയാപ്പിള കിട്ടാണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്കുള്ള നല്ല പുതിയാപ്പിളമാരെ കൊടുക്കട്ടെ. ഇവരെന്താ നല്ല ഗ്ലാമറും തൊലിവെളുപ്പും നല്ല ചുവന്ന ചുണ്ടും കവളും ഉള്ള പെണ്ണിനെ മാത്രം
പ്രേമിക്കാൻ പോകുന്ന എന്തിനാ? പ്രേമത്തിന്റെ പിറകിലുള്ള ഫിത്ന അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുത്തനും പ്രേമം ദിവ്യമാണ്, പവിത്രമാണ് വേണ്ട, നീ കള്ളനാണ്. നിന്റെ ഉള്ളിൽ വലിയൊരു പിശാച് ഇരിപ്പുണ്ട്. ഏതാ പിശാച് എന്നറിയോ? സുലൈഖാന്റെ ഉള്ളിലെ പിശാച്. യൂസുഫിനെ പ്രേമിച്ച് 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 അവസാനം വിളിച്ചു, വാ മോനെ മുകളിലേക്ക് വാ, കൊട്ടാരത്തിന്റെ മുകളിൽ. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞുതരാണ്, കൊട്ടാരത്തിന്റെ സുലൈഖയുടെ ഇംറത്തുൽ അസീസിന്റെ റൂമിന്റെ ഉള്ളിൽ കേറുന്തോറും ഓരോ വാതിലും അടച്ചടച്ചടച്ച് പോവാ. യൂസുഫിന് ഓടാൻ കഴിയില്ല. എന്നിട്ട് ഓള് കട്ടിലിന്റെ മുകളിൽ കയറി എന്നിട്ട് പറഞ്ഞു, വഖാലത് ഹൈതലക് ഹൈതലക്. അത് ഒരു പെണ്ണ് അവളുടെ ശരീരം ഒരാണിന് മൊത്തത്തിൽ സമർപ്പിച്ചിട്ട് അത് ആസ്വദിക്കാൻ വേണ്ടി വിളിക്കുന്ന വിളിയാണ് ഹൈതലക്. മാമോനെ, ഇതിനാ നിന്നെ ഞാൻ പ്രേമിച്ചത്. ലോകത്തുള്ള മുഴുവൻ പ്രേമവും അതിന്റെ വേക്കിൽ തന്നെയാണ്. ഇല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എല്ലാം അതിന്റെ വേക്കിൽ തന്നെ. അള്ളാഹു നമ്മളെ ഉമ്മത്തിനെ കാക്കട്ടെ, നമ്മളെ പെൺകുട്ടികളെ അള്ളാഹു കാക്കട്ടെ. ഫ്രഷായിട്ട് പുതിയാപ്പിളക്ക് പോയി നിന്നു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. ഒരുത്തനും തൊടാത്ത, ഒരുത്തനും ഉമ്മ വെക്കാത്ത, ഒരുത്തനും തലോടാത്ത, പവിത്രതയുള്ള, ചാരിത്ര ശുദ്ധിയുള്ള, ആത്മാഭിമാനമുള്ള, തറവാടിത്തമുള്ള പെൺകുട്ടിയായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ഇന്ന് 100-ൽ 2 അങ്ങനെ കിട്ടുള്ളൂ. നിങ്ങൾക്കറിയാലോ, കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ. ഇന്ന് 100-ൽ 2 അങ്ങനെ കിട്ടുള്ളൂ. അതാണ് ലവ്. അസീസിന് സുലൈഖ. പക്ഷെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ നഫ്സിനോട് പറയും പോലെ പറയാൻ, ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായി. ഇല്ല മോളെ, ഒരു ഈച്ച അറിയില്ല, ഒരീച്ച അറിയില്ല, മുഴുവൻ സൗകര്യമുണ്ട്. മഅദല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ഇന്നഹു റബ്ബി അഹ്സന മസ്വായി. കിണറ്റിന്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്നിട്ട് കൊട്ടാരത്തിൽ താമസിപ്പിച്ച എന്റെ റബ്ബിനോട് നന്ദി കേട് കാണിക്കാൻ എനിക്ക് പറ്റൂല, ഞാൻ ആ പരിപാടിക്കില്ല. ഓടി. അവിടെ ഒരു മോചിതത്തുണ്ടായി. ഓടുന്തോറും ഓരോ വാതിലും ഇങ്ങനെ ഓപ്പണായി പോയി. ഇവള് വിടുവോ? ഇവള് ബാക്കിൽ പോയിട്ട് പിടിച്ചു വലിച്ചു, കുപ്പായം കീറി. വാതിൽ, ലാസ്റ്റത്തെ വാതിൽ തുറന്നതും ഭർത്താവ് മുൻപിൽ. ബാക്കി ഖുർആൻ ക്ലാസ് പറയാം. അസീസ് മുമ്പില്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. യൂസഫ് ഓടുന്ന്, അസീസിന്റെ ഓള് തുണിയില്ലാണ്ട് ഓടി വരുന്ന്, ഭർത്താവ് മുമ്പിൽ. എന്തായിരിക്കും അന്നത്തെ കാഴ്ച? ദുഹറിന് ശേഷമുള്ള ക്ലാസ് സൂറ യൂസഫിന്റെ ഖുർആൻ ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സംഭവം പുറത്തറിഞ്ഞു. ഇപ്പൊ മിസറിലെ പെണ്ണുങ്ങളൊക്കെ പറയാൻ തുടങ്ങിയോ, അസീസിന്റെ ഭാര്യ ശരിയില്ല, ആള് ശരിയില്ല, ആകെ പോയി. ഇതുവള് അസീസിന്റെ ഭാര്യ കേട്ടു. ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാ സംഭവിച്ചത്, കാണിച്ചു തരാം. ഫലമ്മ സമിഅത് ബിമക്രിഹിന്ന അർസലത് ഇലൈഹിന്ന വഅഅതത് ലഹുന്ന മുത്തകഅൻ വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീനൻ വഖാലത് ഉഖ്റുജ് അലൈഹിൻ. എല്ലാവരെയും വിളിച്ച് സുപ്രവിരിച്ച് പ്ലേറ്റും പാത്രവും പഴങ്ങളും കത്തിയും ഒക്കെ വെച്ച് എല്ലാവരും ഇങ്ങനെ തിന്നായിരിക്കുമ്പോൾ വിളിച്ചു, യൂസുഫ് ഉഖ്റുജ് അലൈഹിൻ, എന്നാ ഇതിൽ കൂടെ നടന്നാ മതി, ഉണ്ടാനും ചിരിക്കാനൊന്നും പോണ്ട, നടന്നാ മതി. യൂസുഫ് ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു. ഈ പെണ്ണുങ്ങളിങ്ങനെ, നമ്മളാരെങ്കിലും കണ്ടിട്ട് പെണ്ണുങ്ങളെ കണ്ണു കളിയിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലെ ആരാ ഏറ്റവും ഗ്ലാമർ നടൻ? ആരാ? കണ്ണ് തള്ളുന്നൊരു സ്നേഹം. ഈ സൗന്ദര്യം എന്താണെന്നറിയോ? അള്ളാഹു പറയാൻ, ഫലമ്മ റഅയ്നഹു, ഈ പെണ്ണുങ്ങൾ യൂസുഫിനെ കണ്ടപ്പോൾ, അക്ബർനഹു, അന്തം വിട്ടുപോയി, വഖത്തഅന ഐദിയഹുന്ന, കൈ അവര് മുറിച്ചു പോയി, വഖുൽന, അവര് പറയാൻ, ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറ, ഇതൊരു മനുഷ്യനൊന്നും അല്ലപ്പാ, ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, മലക്കാറ്റം തോന്നുന്നു. അമ്മാതിരി സൗന്ദര്യം. കൈ മുറിഞ്ഞിട്ടറിയാതെ ഭ്രമിച്ചു പോകണമെങ്കിൽ എന്തായിരിക്കും ആ സൗന്ദര്യം? സ്വർഗത്തിൽ നിന്ന് അള്ളാഹു കാണിച്ചു തരട്ടെ, അല്ലേ? പക്ഷെ ആ യൂസുഫിന്റെ മുഖത്ത് എന്തുണ്ട്? മനോഹരമായ താടി. അതാണ് ഗ്ലാമർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി പറഞ്ഞു, ചില സമയത്ത് വിയർപ്പ് വരും. അപ്പൊ നെറ്റിത്തടക്കളിൽ വിയർപ്പ് തുള്ളി ഇങ്ങനെ ഉണ്ടാവും. ഒരു കവി മനസ്സിലായോ? ഒരു കവി ആ രംഗം കണ്ടിരുന്നെങ്കിൽ അത് മതിയാവും അയാൾക്കൊരു കവിത ഉണ്ടാക്കാൻ. അത്ര സൗന്ദര്യമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾ ഈ പൂർണ്ണ ചന്ദ്രനെ നോക്കും.
എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കും, പിന്നെയോ നോക്കും, പിന്നെ മുഖത്തേക്ക് നോക്കും, എന്നിട്ട് പറയും അല്ലാഹു ആണ് സത്യം, അതിനേക്കാൾ ഭംഗി ഈ മുഖത്തിനാണ്. അതുകൊണ്ട് സൗന്ദര്യത്തിന് വേണ്ടിയാണ് ഈ സാധനം കളയുന്നതെങ്കിൽ ഡേഞ്ചറാണ്, ശ്രദ്ധിച്ചോളി. ഞാൻ പറഞ്ഞു വന്നത് എന്താ അറിയോ, അള്ളാഹു അവന്റെ റസൂലും ഒരു നിയമം പാസ്സാക്കിയാൽ പിടിക്കാൻ പറ്റണം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. റമദാൻ ആ തർബിയത്ത് കൊടുക്കാനുള്ള അവസരമാണ്. ശൈത്താൻ ഇല്ലാത്ത സമയം നഫ്സിനെ നന്നായി തർബിയത്ത് ചെയ്യിപ്പിച്ചോളി. ഇന്ന് എത്രാമത്തെ നോമ്പാ? ഒരു നോമ്പ് പൂർത്തിയായി. ഒരു 3 ജുസ് ഇന്ന് ഓതി തീർത്താണെങ്കിൽ ആരൊക്കെയുണ്ട്? കൈപൊക്കിക്കോ, ബാക്കിയുള്ളവർക്ക് പ്രേരണയായാൽ കൂലി കിട്ടും. ഭയങ്കര ഇഖ്ലാസല്ലേ ഭായി, ഓരോ അറിയാണ്ട് കാണുന്ന പരിപാടിയാ. ഖൈർ, അല്ലാഹു കബൂലാക്കട്ടെ. 2 ചോദ്യം, മാഷാ അല്ലാഹ്. 1 പൂർത്തിയാക്കി എത്ര ആളുണ്ട്? ഏകദേശം എല്ലാവരും ഉണ്ട്. 1 പൂർത്തിയാക്കാത്തവരോ? നഷ്ടക്കച്ചവടം കേട്ടോ. 1 പൂർത്തിയായിട്ടില്ലെങ്കിൽ 2025 ആദ്യത്തെ നോമ്പ് ഇനി ജീവിതത്തിൽ കിട്ടൂല. പോയി, അത് പോയി. പോയി എന്ന് പറഞ്ഞാൽ ഇനി ഖബറിൽ കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് ദുനിയാവിൽ എത്തിയില്ലെങ്കിൽ, ആ ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ, ഒരു ജുസ് ഓതാൻ പറ്റിയില്ലെങ്കിൽ പോയി, എനിക്കറിയില്ല. നഷ്ടം തന്നെ നികത്താൻ കഴിയും. കച്ചവടത്തിൽ നഷ്ടം വന്നാൽ എന്താ ചെയ്യങ്ങള്? കച്ചവടക്കാര് എന്താ പറയാ രീതി എന്താ? അത് ഫില്ല് ചെയ്യുന്നതിന്റെ രീതി എന്താ? റിക്കവർ ചെയ്യും കച്ചവടം. ഇത് സാധ്യമേ അല്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ളത് ഖുർആന്റെ ഓത്തില് ശ്രദ്ധ കാണിച്ചോളി. ഏറ്റവും വലിയ അമൽ ഇതന്നെ, തിലാവത്തുൽ ഖുർആൻ. കഴിയുന്നത്ര സമയം അതിനു വേണ്ടി ചിലവാക്കിക്കോളി. ചെയ്ത അമലുകളെല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. നല്ല ഉന്മേഷത്തിലും ആവേശത്തിലും ഇഖ്ലാസോടെയും ഇനി അങ്ങോട്ട് ചെയ്തതിൽ അധികം ചെയ്യാൻ അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.